മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ചെറുതായൊന്ന് പാളിപ്പോയൊരു സിനിമ. എന്നാൽ അതിപ്പോ പൂർണ്ണമായും അവരെ കുറ്റം പറയാനും പറ്റില്ല. അവർ ഉദ്ദേശിച്ചത് ഒരു ട്വിസ്റ്റ് ആയിരുന്നു. അതായത് റിലീസിന് മുൻപ് ആ സിനിമയെ പറ്റി ഒരു പ്രത്യേകതരം അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തെടുത്ത് എന്നാൽ പടത്തിനകത്ത് മറ്റൊന്ന് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സർപ്രൈസിംഗ് എലമെന്റ് ഇതായിരുന്നിരിക്കണം അവർ ഒരു പക്ഷെ ഉദ്ദേശിച്ചത്. എനിവേസ്, ഇതിൽ ആ മരണമാസ ടൈറ്റിൽ ട്രാക്ക് കേട്ട് ഒരു പക്ക ആക്ഷൻ പടം എന്ന് കരുതി തന്നെയാണ് ഞാനും ഇതിന് പോയത്. എന്നാൽ നായകന്റെ ഇൻട്രൊഡക്ഷനും പരിപാടികളും ഒക്കെ കഴിഞ്ഞ് പോലീസുകാരനായ നായകനെ ഒരു വിദൂര ഹള്ളിയിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുമ്പോൾ ആ സ്ഥലവും പരിസരവും കണ്ട് അയാളുടെ മുഖത്ത് വരുന്ന അതേ എക്സ്പ്രഷൻ തന്നെയായിരുന്നു ഒരു മാസ് പടം പ്രതീക്ഷിച്ചു പോയി ഈ സംഭവ വികാസങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന എന്റെ മുഖത്തും വന്നിരുന്നത്. ഉള്ള ചാർജ് കംപ്ലീറ്റ്ലി ഡ്രെയിൻ ആയി പോയൊരവസ്ഥ. പക്ഷെ അധികം വൈകേണ്ടി വന്നില്ല. അതിലെ നായകനായ പോലീസുകാരന് വേണ്ടതും പ്രേക്ഷകരായ നമുക്ക് വേണ്ടതുമായ ആ ഒരു സംഭവം ഇവർ സിനിമയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഈ സിനിമ കാണാത്തവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഏത് ടൈപ്പ് പടമാണെന്ന് ചോദിച്ചാൽ ഇതേ ജയസൂര്യയുടെ തന്നെ ആട് എന്ന സിനിമ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. യെസ്, ഏതാണ്ട് ആ ഒരു ടൈപ്പ് പടം തന്നെയാണ് ഇതും. സോ സിനിമ ഇറങ്ങിയ കാലത്തുള്ള ഞാൻ മേൽപ്പറഞ്ഞ സംഭവ വികാസങ്ങളൊന്നും ഓർത്തിരിക്കാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സിനിമ തുടക്കം മുതലേ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്.